ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഓരോ ദിവസവും മഹിയുടെ ആശുപത്രിയിലേക്കാണെങ്കിൽ കയറി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ടും വലിയ കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മഹിക്ക് അറിയാമെങ്കിലും തൻ്റെ കുഞ്ഞിനെയും തൻ്റെ ഭർത്താവിനെയും തിരിച്ചു കിട്ടണമെങ്കിൽ ഇനി ആരുടെ കാലാണ് പിടിക്കേണ്ടതെന്ന് മഹിക്ക് നല്ലപോലെ അറിയാം. കരുണയ്ക്ക് നല്ലപോലെ അറിയാം അത് മഹിയുടെ കാല് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അവസാനമായിട്ട് ഒന്നും കൂടെ മഹിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് അച്ഛനില്ലാതാക്കരുത് നീ. ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു, അതിന് എൻ്റെ കുഞ്ഞിനെ നീ ശിക്ഷിക്കരുത്. ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം എങ്ങനെ വേണമെങ്കിലും ഞാൻ നിന്നോട് തിരുത്തി മാപ്പ് പറഞ്ഞോളാം. പക്ഷെങ്കിൽ നീ എന്തായാലും എൻ്റെ ഉണ്ണിയേട്ടനോടും കണ്ണേട്ടനോടൊക്കെ പറയണം, എന്താ എന്നെ തിരിച്ച് കമലേശ്വരത്തോട്ട് വിളിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്താണ് മഞ്ജുവും രേഖയും അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജുവും രേഖയും പറയുന്നുണ്ട്, എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ മഹി ചേച്ചിയുടെ കാല് പിടിച്ച് കള്ളം പറഞ്ഞ് വീണ്ടും കമലേശ്വരം വീട്ടിൽ കയറി പറ്റാനാണെങ്കിൽ അത് നിൻ്റെ വെറുതെ ഉള്ളൊരു മോഹമാണ്. അപ്പോൾ മഞ്ജുവിനോടായിട്ട് കരുണ തർക്കിക്കുന്നുണ്ട്. പണ്ടൊരു ദിവസം നീയും ഇവരെയൊക്കെ വേദനിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നതല്ലേ, നിനക്കുണ്ടായ തിരിച്ചറിവ് എനിക്കും ഉണ്ടാവും എന്തായാലും. അതും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോഴും നീ നല്ലവളായിട്ടൊന്നും ചമയണ്ട. എന്തായാലും ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുത്തിൻ്റെ കൂടെ പോയവളല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ മഞ്ജു ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ശക്തിയും ഇല്ല, ആൾക്കാരും ഇല്ല. അതുകൊണ്ട് തന്നെ കരുണ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സ്വന്തം വീട്ടിൽ കരുണാലയത്തിലെത്തിയിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇതെൻ്റെ മുഖത്ത് കണ്ടോ, എന്താ മുത്തശ്ശി ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇതെന്താ മോളെ, ആരാ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ മോളുടെ മുഖത്ത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ആ മഞ്ജുവാണ്, അവളിപ്പോൾ അവളുടെ കൂടെയാണല്ലോ ആ മഹിയുടെ. എന്നാലും മോൾ എന്തിനാണ് അവൾ അടിച്ചത്? മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് നിൽക്കുന്നതല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവളിങ്ങനെ ഇതിന് പ്രതികാരമായിട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ആ മഞ്ജുവിനുണ്ടോ? ഈ സമയത്താണ് മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത്. മോഹിനിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ തെറ്റുകാർ തന്നെയാണ് എന്ന് വെച്ച് മഞ്ജുവിനൊക്കെ ഇവളെ ഇങ്ങനെ അടിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? മഞ്ജുവിനോടൊന്നും ഒരു ദ്രോഹവും എൻ്റെ മോള് ചെയ്തിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അച്ഛനെ കിട്ടേണ്ട അടിയാണ് പോലും നിൻ്റെ മുഖത്ത് കിട്ടിയെന്നാണ് മഞ്ജു എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി അങ്ങോട്ടേക്കൊന്നും പോവണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ നിന്നെ വിളിച്ചോളാം. അവർക്കൊക്കെ നിന്നോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി സ്വയം നീ അങ്ങോട്ടേക്ക് പോയി കുഴിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ മോഹിനി നമ്മുടെ കരുണയെടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം മോഹിനി പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം മോഹിനിയോട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കിവിടെ ഒരു മോളുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇവൾ എന്തൊക്കെ ചെയ്താലും നിൻ്റെ മകൾ തന്നെയാണ് മോഹിനി. എന്തായാലും ഇവളുടെ വയറ്റിൽ വളരുന്നതും നിൻ്റെ കൊച്ചുമക്കൾ തന്നെയാണ്, അത് നീ മറക്കരുത്. ഇന്ന് വരെ ഒരു നല്ലൊരു ആഹാരം പോലും നീ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയില്ലല്ലോ. മഹാലക്ഷ്മി ഗർഭിണിയായിരുന്ന സമയത്ത് അവൾക്ക് വേണ്ടി എന്തൊക്കെയാണ് നീ ഉണ്ടാക്കിയത്? എന്തെങ്കിലും ഒരു ആഹാരം, ഒരു പച്ചവെള്ളം പോലെങ്കിലും നീ എൻ്റെ മകൾക്ക് കൊടുത്തോ? അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ കൊടുക്കാനാ, എനിക്കതിന് സമയം കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ മൂത്ത മകളെ അവൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളിപ്പോൾ ആശുപത്രിയിലാണ് വയ്യാഞ്ഞിട്ട്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇവൾക്കിപ്പോൾ ആഹാരം വെച്ച് വിളമ്പി കൊടുക്കലല്ല. അവർ ഇവളെ അടിച്ചെന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇവളുടെ കുഞ്ഞിനൊന്നും ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ല, അതിന് ശ്രമിക്കുകയില്ല എന്നൊക്കെ മോഹിനി ഇങ്ങനെ കരുണയോട് പറയുന്നുണ്ട്. അമ്മ എന്താ എപ്പോഴും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഞാനും അമ്മയുടെ മകളല്ലേ, അമ്മയ്ക്കെന്താ എപ്പോഴും എന്നോട് ഇത്രമാത്രം പകയും വൈരാഗ്യമൊക്കെ കൊണ്ട് നടക്കുന്നത്? അമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവൾ എന്നെ ദ്രോഹിച്ചതൊന്നും എന്താ അമ്മ മറന്നു പോയത്? അവളുടെ വീട്ടിൽ നിന്ന് അവൾ എന്തൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച പണികളെന്ന് അമ്മയ്ക്ക് അറിയില്ല. എപ്പോഴും അവളുടെ ഭാഗം നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരുണയാണെങ്കിൽ റൂമിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്നോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിനക്ക് ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കമലേശ്വരം വീട്ടിലേക്കാണെങ്കിൽ മഹിയെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മോഹിനി ആശുപത്രിയിൽ എത്തുന്നുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, അമ്മേ അതൊക്കെ പോവാം, എന്തായാലും കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവിടെ ദുർഗയും പിന്നെ ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പേടിയാണ് അമ്മേ എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ. എൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് പോലും എനിക്കിനി അറിയില്ല. എങ്ങനെയാണമ്മേ ഞാൻ ഇവരുടെയൊക്കെ കൂടെ നിൽക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കരുണ വന്നിരുന്നു ഇവിടെ. മഞ്ജു ആണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് അവൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിഞ്ഞു മോളെ, അതൊക്കെ അവൾ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും ആ ഒരടി അവൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോഹിനിയാണെങ്കിൽ. അതിന് ശേഷമാണെങ്കിൽ മോഹിനിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടും കണ്ണനോടൊക്കെ അവളുടെ ജീവിതത്തിനെ പറ്റി പറയണമെന്നുണ്ട്. പക്ഷേ അത് പറയാൻ പോലുള്ള ധൈര്യം എനിക്കില്ല. കാരണം അവളെന്നെ എന്തുറപ്പിലാണ് ഞാൻ കമലേശ്വരം വീട്ടിലേക്ക് വിട്ടയക്കുക. ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും കേട്ടെന്നിരിക്കാം. പക്ഷെങ്കിൽ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് മോളെ ഇനി നിൻ്റെ അടുത്തേക്ക് അവളെ വിടുക? അവളുടെ കുഞ്ഞിനെയും വയറ്റിൽ വെച്ച് എന്നോട് വന്ന് അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ഞാനത് കണ്ടില്ല എന്നടിക്കുക? അവളും എൻ്റെ മകൾ തന്നെയല്ലേ. അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അതാ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ മോഹിനിയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലമ്മേ. അമ്മ എന്തായാലും ചോദിക്കേണ്ട അതിനെക്കുറിച്ച്. കണ്ണേട്ടന് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എന്തായാലും ഒരു തക്ക സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ കണ്ണേട്ടനോട് ചോദിച്ച് മനസ്സുഖം മാറ്റി കരുണയെ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും വീട്ടിലോട്ട് ഉണ്ണിയും കരുണയും മാറ്റാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നുണ്ട് മോഹിനിയാണെങ്കിൽ. അങ്ങനെ മോഹിനിയും കരുണേനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഞ്ജുവും രേഖയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകളെ ഒന്ന് അടിച്ചിട്ടുണ്ട് ആൻറ്റി. അത് അവളുടെ വായിലിരിപ്പ് കൊണ്ടാണ് ഞാൻ അവളെ അടിക്കാൻ കാരണം. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, ആ ഒരടി അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ. എന്തായാലും അവൾ മഹിയോട് ചെയ്തതിൻ്റെ പകുതി പോലും നിങ്ങളാരും അവളോട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മോഹിനിയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ വിശ്വേട്ടനെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ വിശ്വേട്ടനെ എൻ്റെ ചേട്ടൻ തന്നെ കൊന്നു കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരിക്കലും നിൻ്റെ അച്ഛനെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. നിന്നെയൊക്കെ പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൽ വിഷം നിറച്ചത് എൻ്റെ ചേട്ടനായ വാമദേവനാണ്. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് മോനെ ഞാൻ നിന്നോട് ചെയ്ത ഓരോ ക്രൂരതകൾക്കും എന്ത് വേണമെങ്കിലും ഈ ശിക്ഷ നീ എനിക്ക് തന്നു. അമ്മ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. ഇത് അമ്മയുടെ വാക്കാണ്. എൻ്റെ വിശ്വേട്ടൻ്റെ മകനല്ലേ നീ. നിന്നെ വേദനിപ്പിച്ചതിന് അമ്മ ഇങ്ങനെ വേണമെങ്കിലും പ്രായച്ചിത്തം ചെയ്യാം. അങ്ങനെ കണ്ണൻ്റെ കാല് പിടിച്ച് നമ്മുടെ ദുർഗയാണെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അമ്മ മോൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ, വേറെ ആരുടെ കൂടെ നിൽക്കില്ല. അങ്ങനെ മോഹിനിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോഹിനിയോടൊക്കെ മാവ് വേണമെങ്കിൽ അമ്മ പറഞ്ഞോളാം, അവളുടെ വേദനിപ്പിച്ചതിനും എല്ലാത്തിനും മഹിയോടും പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കരുണയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഉണ്ണി, നീ എന്തായാലും ഇവിടെ നിന്ന് പടിക്ക് പുറത്താണ്. എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അവരുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു മോനെ, അവളുടെ മുത്തശ്ശി. ഞാൻ അവരെ ആട്ടി ഇറക്കി വിടുകയാണ് ചെയ്തത്. എൻ്റെ വിശ്വനെ കൊന്നവൻ്റെ മകളെ എൻ്റെ മോൻ എന്തായാലും വേണ്ട. അത് ഞാനാണ് അവനോട് പറഞ്ഞത്. അവൻ എന്തായാലും കൂട്ടിക്കൊണ്ട് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ സാഗറിനും മഞ്ജുവിനും വലിയൊരു സർപ്രൈസ് തന്നെയാണ് കണ്ണൻ ഒരുക്കി വെക്കുന്നത് തന്നെ. അങ്ങനെ മാർക്കോ ആണെങ്കിൽ സാഗറിനെയും മഞ്ജുവിനെയും ഒരു വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇത് നിങ്ങളുടെ വീടാണ്, ഇത് കണ്ണൻ സാറ് നിങ്ങൾക്ക് തന്നതാണ്, എന്തായാലും ഇനി നിങ്ങൾക്കിവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കോ.